എന്ത് ചെയ്തിട്ടായാലും ശരി ഈ ചടങ്ങ് നടക്കരുത്. അതിനൊരു വഴി, അതാ നമ്മളിപ്പോ കണ്ടുപിടിക്കേണ്ട. ആ ശിവൻ വരട്ടെ, എന്തെങ്കിലും ഒരു വഴി അവനോട് കണ്ടുപിടിക്കാൻ പറയാം. എന്ത് ചെയ്തിട്ടായാലും ആരെ കൊണ്ട് പറയിച്ചിട്ടായാലും ഇവിടെ ഈ ചടങ്ങ് നടക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. രാഘവേട്ട, വിഷ്ണു വർക്ക്ഷോപ്പിലായിരിക്കും, വണ്ടി നന്നാക്കണ്ടേ അല്ലേ മോളെ? അതെ, വിഷ്ണുട്ടൻ വർക്ക്ഷോപ്പില് വണ്ടി നന്നാക്കിട്ടേ വരൂ. വണ്ടി നന്നാക്കിയാലും ഇല്ലെങ്കിലും ഇന്ന് വൈകിട്ട് ആളുണ്ടാവണം. ഇല്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. ഇവിടെ നടക്കാൻ പോകുന്നതേ ചെറിയൊരു കല്യാണം തന്നെ. അല്ല, വെഡിങ് ആനിവേഴ്സറി മാറിയപ്പോ കല്യാണമായോ? എന്റെ ഭാമയെ വിഷ്ണുവിന്റെ ശാലയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഇവരുടെ ജീവിതത്തില് ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടോ? നീ തന്നെ പറ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവരുടെ ജീവിതത്തിലുണ്ടായേ? അതെല്ലാം മാറാൻ വേണ്ടിട്ടാ ഈ പുതിയ കല്യാണം. ഇത് കഴിയുന്നതോടെ ഇവരുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നവും മാറും. അതിന് നമ്മള് അമ്പലത്തില് വല്ല വഴിപാട് നടത്തിയാ പോരെ? ഈ എല്ലാവരും വിളിച്ചു വരുത്തി ഇതുപോലൊരു ചടങ്ങൊക്കെ എന്തിനാ? അതിന്റെ ആവശ്യം എന്താ? അതെന്തിനാന്ന് വെച്ചാലേ ഈ മുള്ളിനെ മുള്ളുകൊണ്ടു എടുക്കണമെന്നാ പറയുന്നതേ. അതായത് നിങ്ങളുടെ ദോഷം നിങ്ങളെ കൊണ്ട് തന്നെ മാറ്റണം. എന്നാലേ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടും. അതെ, ഈ ഭഗവാൻ വിളിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ മാറിയാൽ മതിയോ? എന്താ പന്നി, അങ്ങനെ മാറിയാൽ മതിയോ? ഏയ്, മാറുന്നെങ്കിൽ മുഴുവനായിട്ട് മാറണം. അയ്യോ സാറേ, അങ്ങനെ മുഴുവനായിട്ട് മാറണമെന്നില്ല കേട്ടോ. അല്ല, പിള്ളയുടെ നേരത്തെ വരാൻ പറഞ്ഞായിരുന്നല്ലോ. ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇത് എങ്ങോട്ടാ? ചായ കുടിച്ചില്ലല്ലോ. ഞാൻ ചായ ചോദിക്കുന്ന സമയത്ത് തരത്തുമില്ല, അല്ലാത്തപ്പം നീട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുവാ. ഇതേ അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കാര്യമാ. ഞാനേ ഡ്രസ്സൊക്കെ മാറിയിക്കാം, അപ്പോഴത്തേക്ക് ആ പിള്ള വരും. അതെ. പിന്നെ ഞങ്ങൾ പോട്ട് വരുമ്പോഴേ വിഷ്ണു ഇവിടെ ഉണ്ടാവണം. അവൻ എവിടെ ഉണ്ടെങ്കിലും ശരി, എത്രയും പെട്ടെന്ന് വരാൻ പറ. അല്ല പിന്നെ ഇനി വരട്ടെ. കുട്ടികളെ കുറച്ച് കൂടുന്നുണ്ടവന്. അച്ഛനൊന്നുമില്ല, അമ്മയൊന്നുമില്ല. എന്തായാലും ഈ കല്യാണം ഞാൻ നടത്തും. അല്ല രാഘവേട്ട, അതോടുകൂടി ഈ ദോഷങ്ങളൊക്കെ അങ്ങ് മാറി കിട്ടും. എന്താ സത്യം ഇതൊക്കെ? മോളെ, രാഘവേട്ടനെ ഏതാണ്ട് ഉറപ്പിച്ച മട്ട എന്ന് കരുതി ഞാൻ മറ്റൊരാൾക്ക് മുമ്പിൽ എന്റെ കഴുത്ത് നീട്ടി കൊടുക്കണമെന്നാണോ സത്യമ്മ പറയുന്നത്? അതിന് ശാലിനി മരിക്കണം. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് വിഷ്ണു ഒറ്റ ഒരുത്തനാ. ഇവിടെയുള്ളവരെയൊക്കെ ത്രിശങ്കു സ്വർഗത്തിലാക്കിയിട്ട് അവൻ എവിടെയൊക്കെ പോയി നടക്കുക. ഒന്ന് വിളിക്കുന്നു പോലും ഇല്ല. ഞാൻ പെരുത്തു പോയവന്. കുടുംബം നോക്കാതെ പോയവരൊക്കെ പരുന്തക്കാലെ പോയ ചരിത്രം ഉണ്ടായിട്ടുള്ളൂ. മകനായാലും മകളായാലും പെറ്റ തള്ളയുടെ ശാപമേറ്റല്ലേ പിന്നെ ഒരു കാലത്തും ഈ ലോകത്തും പരലോകത്തും അവർക്ക് ഗതി പിടിക്കില്ല. സത്യമേ, സങ്കടം കൊണ്ട് മോളെ പറയുന്നത്. ഒരുപാട് അവനെ ഓർത്ത് അഹങ്കരിച്ചതിനുള്ള ശിക്ഷയാ അവനിപ്പോ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ മകനെ അതിര് കടന്ന് സ്നേഹിച്ചതിനുള്ള പ്രതിഫലം. ഇനിയിപ്പൊ ഈ ചടങ്ങ് മുടക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ട സത്യമേ? എന്ത് ചെയ്തിട്ടായാലും ശരി ഈ ചടങ്ങ് നടക്കരുത്. അതിനൊരു വഴി, അതാ നമ്മളിപ്പോ കണ്ടുപിടിക്കേണ്ട. ആ ശിവൻ വരട്ടെ, എന്തെങ്കിലും ഒരു വഴി അവനോട് കണ്ടുപിടിക്കാൻ പറയാം. എന്ത് ചെയ്തിട്ടായാലും ആരെ കൊണ്ട് പറയിച്ചിട്ടായാലും ഇവിടെ ഈ ചടങ്ങ് നടക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ നിന്നെ നോക്കി ഓട്ടോ സ്റ്റാൻഡിൽ പോയിരുന്നു. എന്താ ചാനെ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഉണ്ട്, പറയാം. അച്ഛൻ്റെ അടുത്തുനിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവരുന്ന വഴിയാ.
പക്ഷേ അച്ഛൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. ഇവളെ നമുക്ക് സുരക്ഷിതമായിട്ട് താമസിപ്പിക്കണം. അതിന് പറ്റിയൊരു വീട് വേണം. വാടക വീടാണോ ആശ ഉദ്ദേശിക്കുന്നേ, അതോ ഹോസ്റ്റലോ? വീട് മതി. ഞാൻ പകലില്ലെങ്കിലും സുരക്ഷിതമായിട്ട് ഇവക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു വീടായിരിക്കണം. അത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ സേഫ് ആവൂല. പിന്നെ പറയാൻ പറ്റുന്ന വീടെന്ന് പറയുമ്പോ ഒരു സ്ഥലമുണ്ട്. ആ. അതാവുമ്പോ അയാളുടെ മകളും ഭാര്യയൊക്കെ ആയിട്ട് കൂട്ടിന് സമീപത്ത് ഉണ്ടാവും ചെയ്യും. ആള് ചിലപ്പോ ഗുണ്ടാ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ആ ഒരു വഴിക്ക് ആരും തലയിട്ട് നോക്കാനും വരില്ല. എന്തുകൊണ്ട് ആ വീട് സേഫാണ് ആശനെ? നീ ഇതുവരെ ആളാരാണെന്ന് പറഞ്ഞില്ല. ആരുടെ വീടാ നീ പറയുന്നത്? അതൊരു 1.5 മുതല. വെട്ടൊന്ന് തുണ്ട് 2. അതാണ് പ്രകൃതം. പേര് വേലായുധൻ. വേലായുധനോ? ഏട്ടന് ഞാൻ കൂട്ടി വിളിച്ചെന്നേ ഉള്ളൂ. വേലായുധൻ. ഞാന് ഗോപാലകൃഷ്ണന്റെ സുഹൃത്ത. പേര് വേലായുധൻ. ആള് കുറച്ച് തരികടയാ, ഭൂലോക തരികട. പക്ഷെ വിശ്വസിച്ച് കൂടെ കൂട്ടാവുന്ന ആളാ. അല്ല, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ആള് ബെസ്റ്റാ. നിനക്കറിയാലോ അച്ഛന്റെ കാര്യം. ഈ കല്യാണം നടത്താതിരിക്കാനും എന്നെ തോൽപ്പിക്കാനും വേണ്ടി ഏതറ്റം വരെയും അച്ഛൻ പോവും. ഇതും ആശാൻ അച്ഛന്റെ അതേ കാറ്റഗറിപ്പെടുത്താവുന്ന ആള് തന്നെയാ. ഇത്തിരി റിച്ച്നെസ്സിലുള്ളൂ ഈ വലിപ്പ വ്യത്യാസം. എന്താണെന്ന് ചോദിച്ചാ എന്താടാ എന്ന് ചോദിക്കുന്ന പ്രകൃതം. ഒട്ടുമിക്ക കൊട്ടേഷൻ ഗാങ്ങുകളെ അറിയാം. അതുകൊണ്ടൊരു നീക്കം ഉണ്ടായ വേണേ തരുന്നത് അറിയാൻ പറ്റും. പിന്നെ ആകെയുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാ കാശിനൊരു അല്പം ആർത്തിയ. അത് നമുക്ക് പരിഹരിക്കാം. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നാ മതി. അക്കാര്യത്തിൽ 100% എന്താ ഉറപ്പ് തരാം. എന്നാ പിന്നെ താമസിക്കണ്ട, നമുക്ക് വേലായുധന്റെ വീട്ടിലോട്ട് പോവാം. ആളവിടെ കാണില്ലേ? 100 വർഷങ്ങളായിട്ട് നടക്കുന്ന ആളാ. എങ്കിലും ആ ഇട്ടവട്ടം വിട്ട് പോവില്ല. നമുക്ക് പൊക്കിയെടുക്കാന്നേ. ഇനിയും നീ അടിയും ഇടിയായിട്ട് നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ തൂക്കിയെടുത്ത് അകത്തോടൊന്ന് പറഞ്ഞേക്കാ CI. മാർക്കറ്റിൽ കിടന്ന് വട്ടോളി കുടുംബമായിട്ട് വഴക്കുണ്ടാക്കിയന് ഇവനെ കൊന്നു കുഴിച്ചു മൂടിയേനെ. ദേ, വേണമെന്നുണ്ടെങ്കിൽ ഇവനെ വീട്ടിൽ തളച്ചിട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്കും പണിയാ, നാട്ടുകാർക്കും പണിയാ. ഞങ്ങളപ്പ തക്ക സമയത്ത് ചെന്നുകൊണ്ടാ അവര് കൈയും കാലും തല്ലി ഓടിക്കാനത്. കൈയും കാലും തല്ലി ഓടിച്ച എന്റെ കൈ എന്താ സാറേ, മാങ്ങ ഉറയ്ക്കാൻ പോവോ? വീട്ടിൽ കിടത്തി ഒറ്റ എണ്ണത്തിന് ഉറക്കൂല ഈ വേലായുധൻ. നിന്റെ ഈ വർത്താനമാ നിനക്ക് തല്ലു മേടിച്ചു തരുന്നത്. 1-2 ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറക്കണ്ട. ചത്ത് കടന്നാലും ഞങ്ങൾ തന്നെ കാവൽ നിൽക്കണമല്ലോ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്ക് കൊള്ളാം. മനസ്സിലാടാ? പടോ. എന്റെ മനുഷ്യ, നിങ്ങൾ ഇനി എന്നാണ് നന്നാവുന്നത്?